ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 5 മുതൽ 20 കിലോമീറ്റർ വരെ ഓടുന്ന ഒരു ബസ്. അങ്ങനെ ഒരു ബസ് സിറ്റി സർവീസിന് പറ്റുമോ? ഒറ്റ നോട്ടത്തിൽ അയ്യേ എന്നൊക്കെ തോന്നിയേക്കാം. കാരണം ഒറ്റ ചാർജിൽ 200-300 കിലോമീറ്റർ ഓടുന്ന ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ 1 മിനിറ്റിൽ താഴെ മാത്രം ചാർജ് ചെയ്താൽ 5-10 കിലോമീറ്റർ ഓടുന്ന ബസ്സാണെങ്കിലോ? അതും എല്ലാ ബസ് സ്റ്റോപ്പിലും അതിനുള്ള സംവിധാനം കൂടി ഉണ്ടെങ്കിലോ? സംഗതി കൊള്ളാം അല്ലേ? ബസ് നിർത്തുന്ന സ്റ്റോപ്പുകളിലെല്ലാം ബസ്സിന്ന് ഡ്രൈവറും കണ്ടക്ടറും ഒന്നും ഇറങ്ങാതെ തനിയെ ചാർജ് ചെയ്യുന്ന സംവിധാനം. എന്നാൽ അങ്ങനെ ഒരു പരിപാടി കുറച്ചു വർഷങ്ങൾ മുമ്പ് തന്നെ ആലോചിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തതാണ് ചൈനയിലും മറ്റും. അത്തരം ഇലക്ട്രിക് ബസ്സുകളിൽ വൈദ്യുതി ശേഖരിച്ചു വയ്ക്കാൻ ബാറ്ററി അല്ല ഉപയോഗിക്കുന്നത്, പകരം ഉന്നത ശേഷിയുള്ള കപ്പാസിറ്ററുകളാണ്. അതായത് സൂപ്പർ കപ്പാസിറ്റർ, അൾട്രാ കപ്പാസിറ്റർ എന്നൊക്കെ വിളിക്കുന്ന തരം കപ്പാസിറ്ററുകൾ. സയൻസ് റൈറ്ററായ നവനീത് കൃഷ്ണൻ പങ്കുവച്ച കുറിപ്പാണ് ഇത്. കപ്പാസിറ്ററുകൾ മിക്കവാറും ആളുകൾ കണ്ടിരിക്കും. മിക്കവാറും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഫാൻ പോലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളിലും ഇവ യഥേഷ്ടം ഉപയോഗിക്കാറുമുണ്ട്. കുറച്ച് ചാർജ് മാത്രം ശേഖരിക്കാനേ സാധാരണ കപ്പാസിറ്ററുകൾക്ക് കഴിയൂ. പക്ഷേ 1 സെക്കൻഡ് പോലും എടുക്കാതെ ഫുൾ ചാർജ് ആവാൻ ഇവർക്കാകും. കപ്പാസിറ്ററിന്റെ രൂപകൽപ്പന വളരെ ലളിതമാണ്. സാൻഡ്വിച്ചിനോടോ ബർഗറിനോടോ ഒക്കെ ഉപമിക്കാം ഇവയെ. 2 ലോഹ ഷീറ്റുകൾ എടുത്ത് അവയ്ക്കിടയിൽ കടലാസ് പോലെ വൈദ്യുതി കടത്തി വിടാത്ത എന്തേലും വസ്തു വച്ചാൽ ഒരു കപ്പാസിറ്ററായി. ഈ ലോഹ ഷീറ്റുകളിലേക്ക് അല്പം വൈദ്യുതി കൊടുത്താൽ ഇത് ഈ സംവിധാനത്തിൽ കാലങ്ങളോളം സൂക്ഷിക്കപ്പെടും. ലോഹ ഷീറ്റുകളുടെ വിസ്താരം, അവയ്ക്കിടയിലുള്ള അകലം, ഇടയ്ക്ക് വയ്ക്കുന്ന വൈദ്യുതി കടത്തിവിടാത്ത വസ്തു തുടങ്ങിയവയെ ആശ്രയിച്ചാണ് എത്രത്തോളം വൈദ്യുതി ഈ സൂപ്പർ കപ്പാസിറ്ററുകളിൽ ശേഖരിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കുന്നത്. ഈ ഘടകങ്ങളിൽ മാറ്റം വരുത്തി കൂടുതൽ ചാർജ് സൂക്ഷിക്കാൻ കഴിയുന്ന കപ്പാസിറ്ററുകൾക്ക് നാം രൂപം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഏറ്റവും ആധുനിക രൂപമാണ് സൂപ്പർ കപ്പാസിറ്ററുകൾ. സമാനമായ വലുപ്പത്തിലുള്ള ലിഥിയം അയോൺ ബാറ്ററിയുടെ 20-1 മുതൽ ഏറിയാൽ 10-1 വരെ വൈദ്യുതി ശേഖരിച്ചു വയ്ക്കാനേ ഇന്നത്തെ സൂപ്പർ കപ്പാസിറ്ററുകൾക്ക് കഴിയൂ. എന്നാൽ ഇവരുടെ സൂപ്പർ കഴിവ് ഇവിടെ ഒന്നുമല്ല. 10 സെക്കൻഡ് പോലും വേണ്ട ഇവർക്ക് ഫുൾ ചാർജ് ആവാൻ. അതുപോലെ തന്നെ ഒരു ബാറ്ററിക്കും കൊടുക്കാനാവാത്ത പവർ ഒറ്റയടിക്ക് പുറത്തുവിടാനും സൂപ്പർ കപ്പാസിറ്ററുകൾക്ക് ആവും. ഇങ്ങനെയുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ ഘടിപ്പിച്ച ബസ്സിന്റെ കാര്യമാണ് മുകളിൽ പറഞ്ഞത്. 200 കിലോമീറ്റർ ഓടുന്ന ബസ്സിന് പകരം 10-15 കിലോമീറ്റർ ഓടുന്ന ബസ്. എന്നിട്ടോ ബസ് നിർത്തുന്ന എല്ലാ സ്റ്റോപ്പിലും ഈ ബസ്സുകളെ ചാർജ് ചെയ്യാനുള്ള ഓവർ ഹെഡ് സംവിധാനം. ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നു. ട്രെയിനുകളിലേക്ക് ചാർജ് എടുക്കുന്ന രീതിയിൽ ബസ്സിന്റെ മുകളിൽ നിന്ന് കമ്പികൾ അഥവാ പാൻറ്റോഗ്രാഫ് ഉയർന്നു പൊങ്ങുന്നു. ബസ് സ്റ്റോപ്പിന്റെ മുകളിലുള്ള ഇലക്ട്രിക് അംബ്രല്ല എന്ന് വിളിക്കുന്ന സംവിധാനത്തെ തൊട്ട് ചാർജ് ആവുന്നു. ചൈനയിലും മറ്റും 2005 മുതൽക്കേ ഇത്തരം ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചിരുന്നു. ഒരു ഇലക്ട്രിക് ബസ്സിന്റെ ഏറ്റവും ചെലവേറിയ ഭാഗം അതിന്റെ ബാറ്ററിയാണ്. അതുതന്നെ 1000-2000 തവണ ചാർജ് ചെയ്താൽ മാറ്റേണ്ടി വരും. എന്നാൽ സൂപ്പർ കപ്പാസിറ്ററുകളുടെ കാര്യം ഇങ്ങനെയല്ല. തിയററ്റിക്കലായി പറഞ്ഞാൽ അനന്തമായ തവണ ഇവയെ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും കഴിയണം. പ്രായോഗികമായി 20,000 മുതൽ 1,00,000 തവണയൊക്കെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടത്താൻ കഴിയുന്ന സൂപ്പർ കപ്പാസിറ്ററുകൾ ഉണ്ടാക്കാനാകും. വ്യാപകമായി നിർമ്മിക്കാൻ തുടങ്ങിയാൽ ലിഥിയം അയോൺ ബാറ്ററിയുടെ ചെലവിന്റെ 10-1 പോലും വരില്ല സൂപ്പർ കപ്പാസിറ്ററുകൾ നിർമ്മിക്കുന്നതിന്. അതായത് വാഹനത്തിന്റെ വില ഗണ്യമായി കുറയ്ക്കാനുമാകും. കാർബൺ നാനോ ട്യൂബുകളും മറ്റും ഉപയോഗിച്ച് കൂടുതൽ മികവാർന്ന സൂപ്പർ കപ്പാസിറ്ററുകൾ ഇപ്പോൾ നിർമ്മിച്ചു വരുന്നുണ്ട്. എന്തെങ്കിലും ലിഥിയം ബാറ്ററിക്ക് ഒപ്പം എത്താൻ സൂപ്പർ കപ്പാസിറ്ററുകൾക്ക് കഴിഞ്ഞാൽ എനർജി സ്റ്റോറേജ് രംഗത്തെ മഹത്തായ വിപ്ലവമാകും അത്. നമുക്ക് പഴയ ബസ് കഥയിലേക്കും വരാം. പരീക്ഷണാടിസ്ഥാനത്തിൽ ബസ് ഓടിച്ചു നോക്കിയ പല സെറ്റുകളും പരിമിതികൾ ഉണ്ടായിട്ട് പോലും ഇതിന് അത്യാവശ്യം നല്ല വരവേൽപ്പാണ് ലഭിച്ചത്. പൊതുഗതാഗത സംവിധാനത്തിന്റെ ചെലവ് കുറയ്ക്കാൻ ഏറ്റവും മികച്ച മാർഗമായി കപ്പാസിറ്റർ ബസ്സുകൾ ഉപയോഗിക്കാനാകും. എന്നാൽ കൃത്യമായ നഗരാസൂത്രണവും പൊതുഗതാഗത നയങ്ങളും അതനുസരിച്ച് പെരുമാറുന്ന ജനസമൂഹവും കൂടിയുണ്ടെങ്കിലേ ഇത് സാധ്യമാവൂ. എല്ലാ സ്റ്റോപ്പുകളിലും ചാർജിംഗ് സംവിധാനങ്ങൾ ഒരുക്കാനും മിനിറ്റുകൾ ഇടവിട്ട് ബസ്സുകൾ ഓടിക്കാനും കഴിയണം. ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ കേരളത്തിലെ ഏതെങ്കിലും ചെറുനഗരത്തിൽ സർക്കുലർ സർവീസായി ഇത്തരം ഒരു ബസ് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ISRO അടക്കമുള്ള പല സ്ഥാപനങ്ങളും സൂപ്പർ കപ്പാസിറ്ററുകളിൽ ഗവേഷണം നടത്തുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഇത്തരം ഒരു ബസ് നിർമ്മിക്കാനാകുമോ എന്ന കാര്യം ഏതെങ്കിലും സ്റ്റാർട്ടപ്പുകൾ പരീക്ഷിച്ചു നോക്കണം. ഇനി ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ? നവനീത് കൃഷ്ണൻ കുറിപ്പ് ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കുന്നു.